പുതിയൊരു വാർത്ത വരുന്നുണ്ട് മലപ്പുറത്ത് നിന്നാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ചർച്ച നാളെ. ലീഗ് അനുകൂല വിരുദ്ധ ചേരികളുടെ തർക്കം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. സുപ്രഭാതം CIC വിഷയങ്ങൾ ചർച്ച ചെയ്യും. PMA സലാം, ഉമർ ഫൈസി മുക്കം എന്നിവരുടെ പ്രസ്താവനകളും ചർച്ചയാകും. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് മോർണിംഗ് അഷ്കർ അലി കരിമ്പ. തർക്കം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മുഷാവറ യോഗത്തിന് മുൻപ് വിഷയങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുക, തർക്കങ്ങളെല്ലാം തീർക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും, കാരണം പരസ്യപ്പോര് അതിരൂക്ഷമായ സാഹചര്യത്തിൽ സമസ്തയിലെ വിഭാഗീയതയൊക്കെ തന്നെ അത് പരസ്യമായ സംഘടനാ പ്രതിനിധികളും ഭാരവാഹികളും അടക്കം സമൂഹ മധ്യത്തിലേക്ക് വലിച്ചിട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമസ്തയുടെ ലീഗ് അനുകൂലിച്ചേരിയായി നിൽക്കുന്നവർ രൂപീകരിച്ച ഒരു പുതിയ സംഘടന തന്നെ രൂപീകരിച്ചിരുന്നു. ആദർശ സംരക്ഷണ സമിതി എന്ന പേരിലായിരുന്നു ആ സമിതി രൂപീകരിച്ചിരുന്നത്. ആ സമിതി ഒരു വാർത്താ സമ്മേളനം വിളിച്ചതോടെയാണ് ഇത്തരത്തിൽ വീണ്ടും സമസ്ത നേതൃത്വം ഇടപെട്ടുകൊണ്ട് അത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ചകൾക്കുള്ള ആക്കം കൂട്ടിയത്. തുടർന്ന് ആ വാർത്താ സമ്മേളനം റദ്ദു ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് 11-ാം തീയതി സമസ്ത മുഷാവറ യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ച നടത്താമെന്ന് നേതൃത്വം ഇരു വിഭാഗത്തിനും ഉറപ്പ് നൽകിയത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാളെ യോഗം ചേരാൻ പോകുന്നത്. അതിൽ ലീഗ് നേതാക്കളും അതുപോലെ തന്നെ സമസ്തയുടെ മുതിർന്ന നേതാക്കളും പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ MT അബ്ദുള്ള മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സമസ്തയുടെയും ലീഗിന്റെയും മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ടായിരിക്കും യോഗം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നാളെ ഒന്നുകിൽ രാവിലെയോ ഇല്ലെങ്കിൽ വൈകുന്നേരമോ 2 സമയങ്ങളിലാണ് ഇപ്പോൾ സമയം കൊണ്ടിരിക്കുന്നത്. രണ്ടാമതൊരു സമയത്ത് ഇത്തരത്തിൽ യോഗം നടക്കും. അതിനോടൊപ്പം തന്നെ 2 ചേരികളിലുള്ള ആളുകളെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്താനാണ് ഇപ്പോൾ ഇരു വിഭാഗം നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകളെ 10 പ്രതിനിധികളെയും മറുഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ലീഗ് നേതൃത്വമായി അടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സമസ്തയുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമസ്തയുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന 10ഓളം പ്രതിനിധികൾ 2 വിഭാഗത്തിൽ നിന്നും 10ഓളം പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതല്ല എങ്കിൽ ആദ്യഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും സ്വാദിഖ് അലി തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും MT അബ്ദുള്ള മുസ്ലിയാരും കൊയ്യോട് ഉമർ മുസ്ലിയാരും അടക്കമുള്ള നേതൃതലത്തിലുള്ള ചർച്ചയായിരിക്കും നടക്കുക. എന്തായാലും 2 വിധത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും മുഷാവറ യോഗത്തിന് മുമ്പായി തന്നെ ഈ 2 വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷേ നേതൃത്വങ്ങൾക്ക് മുമ്പിൽ വലിയ വെല്ലുവിളികളുണ്ട്. നിരവധി വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ബാക്കി നിൽക്കുന്നുണ്ടെന്ന് സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ലീഗ് വിഭാഗം ഉയർത്തുന്നത്. സുപ്രഭാതം ഇടതുപക്ഷത്തെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, ലീഗിനെതിരെ പ്രവർത്തിക്കുന്നു. സുപ്രഭാതത്തിൽ ചില ആളുകൾ വ്യക്തിപരമായ താല്പര്യങ്ങളടക്കം ഈ സുപ്രഭാതത്തിൽ അജണ്ടയായി നിശ്ചയിക്കുന്നതടക്കമുള്ള ആരോപണം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്നാലും മറുവിഭാഗത്തിൽ നിന്നാണെങ്കിൽ CIC വിഷയം വഫിയുമായി ബന്ധപ്പെട്ടുള്ള CIC വിഷയമാണ് അടിസ്ഥാന പ്രശ്നമെന്നും അത് പരിഹരിക്കുന്നതിന് പകരം ലീഗ് നേതൃത്വമടക്കം CICക്കൊപ്പം നിന്ന് സമസ്തയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഗുരുതരമായി മറുവിഭാഗം ഉന്നയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ PMA സലാമിന്റെ പ്രസ്താവനകൾ, മുക്കം ഉമർ ഫൈസിയുടെ പ്രസ്താവനകൾ, ഇതടക്കമുള്ള നിരവധി വിഷയങ്ങൾ 2 വിഭാഗത്തെയും പരസ്യ പോരിലേക്ക് തന്നെ എത്തിച്ചിരുന്നു. 2 നേതാക്കൾക്കെതിരെയും ഉമർ ഫൈസിക്കെതിരെയും PMA സലാമിനെതിരെയും നടപടി വേണമെന്ന ആവശ്യം 2 വിഭാഗം ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ തന്നെ നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. PMA സലാമിനെ മാറ്റി നിർത്തിയാണെങ്കിൽ പോലും അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം PMA സലാമിന്റെ പ്രസ്താവന തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മുക്കം ഉമർ ഫൈസിലേക്ക് വരികയാണെങ്കിൽ സമസ്തയുടെ പതിവ് ശൈലി വെച്ച് ഒരു മുഷാവറ അംഗത്തെ പുറത്താക്കുക എന്നുള്ള ഒരു രീതി സമസ്തയുടെ ചരിത്രത്തിലില്ല. അത്തരം വിരലെണ്ണാവുന്ന സാഹചര്യം ഒഴിച്ചു നിർത്തിയാൽ മാറ്റി നിർത്തുന്ന നടപടികളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇല്ലെങ്കിൽ മുഷാവറ യോഗങ്ങൾക്ക് ഔദ്യോഗികമായി ക്ഷണിക്കാത്ത ഒരു രീതി മാത്രമാണ് സമസ്തയിലുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു മുഷാവറ അംഗത്തെ പുറത്താക്കുക, കേന്ദ്ര മുഷാവറിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു നടപടിയില്ല. അതുകൊണ്ട് തന്നെ അതിനൊക്കെ തന്നെ എന്ത് സമീപനങ്ങളാണ് സ്വീകരിക്കാൻ പോകുക എന്നുള്ളതും കാത്തിരുന്ന് കാണും. എന്തായാലും സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയവും മുക്കം ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട PMA സലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ രൂക്ഷമായി ചർച്ചയിലുണ്ടാവുക. അതിനോടൊപ്പം തന്നെ CIC വിഷയം അത് വീണ്ടും കത്തിപ്പടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. CICയുമായി ബന്ധപ്പെട്ട വഫി കോളേജുകളുടെ സംസ്ഥാന കലോത്സവം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമസ്ത തള്ളി പറഞ്ഞിട്ട് പോലും ലീഗ് നേതാക്കളും പാണക്കാട് കുടുംബവും ഒക്കെ തന്നെ ആ കലോത്സവത്തിൻ്റെ പോസ്റ്ററുകൾ വ്യാപകമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ സമസ്തയിലെ തന്നെ ലീഗ് വിരുദ്ധ ചേരിക്ക് കടുത്ത അതൃപ്തിയുമുണ്ട്. കഴിഞ്ഞ രാത്രിയിലടക്കം സമൂഹ മാധ്യമങ്ങളടക്കം ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പൊട്ടിത്തെറികളിലേക്ക് എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് നാളത്തെ ചർച്ച എന്നതാണ് ഏറ്റവും നിർണായകം. സുജിയ. ഓക്കെ, താങ്ക് യു അഷ്കർ അലി. പൊട്ടിത്തെറികൾക്കിടയിൽ പൊട്ടിത്തെറികളും തർക്കങ്ങളും തീർക്കാനുള്ള ചർച്ചയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ചർച്ചയിലെ തീരുമാനമെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം.